പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് മഥന എന്ന ഒരു അടുക്കള ഉപകരണത്തെ പരിചയപ്പെടാം. നമ്മളിൽ പലരും വീട്ടിൽ തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത് നല്ല മോര്, സംഭാരം ഇവയെല്ലാം ഉണ്ടാക്കി ഉപയോഗിക്കുന്നവരാണ്. പണ്ടൊക്കെ തൈര് കടയുന്നത് ഒന്നുകിൽ പാത്രത്തിലുള്ള തൈര് കടകോൽ കൈകൊണ്ട് നേരിട്ട് പിടിച്ച് കടയുകയോ അതല്ലെങ്കിൽ നിലത്തുറപ്പിച്ച മരത്തിൻ്റെ സ്റ്റാൻഡിൽ കടകോൽ, കയറ് ഇവയുപയോഗിച്ച് രണ്ട് കൈകൾ കൊണ്ടും വലിച്ച് തൈര് കടയുന്ന രീതിയായിരുന്നു അവലംബിച്ചിരുന്നത്. ഇതിലേതായാലും തൈര് കടയുന്നത് ഏറെ സമയം വേണ്ടിവരുന്ന ഒരു ജോലിയായിരുന്നു. എന്നാൽ പിന്നീട് എല്ലാവരുടെയും ജീവിതശൈലി മാറി തിരക്ക് പിടിച്ച ജീവിതത്തിൽ മിക്സി, പലതരം കടയൽ യന്ത്രങ്ങൾ എല്ലാം കടന്നു വന്നു. എന്നാൽ അതിനെല്ലാം ഓരോ പോരായ്മകളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ലളിതമായി വീട്ടമ്മമാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് തൈര് കടയാൻ പറ്റുന്ന ഒരു തൈര് കടയൽ യന്ത്രത്തെക്കുറിച്ചാണ്. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന, വീട്ടിലെ ഇൻവെർട്ടറിൽ പോലും പ്രവർത്തിക്കുന്ന 40 വാട്ട്സ് മാത്രം പവർ ആവശ്യമുള്ള ഈ ചെറിയ യന്ത്രത്തിൻ്റെ പേര് മഥന എന്നാണ്. മഥനം എന്നാൽ കടയുക എന്നാണ് അർത്ഥം. മഥന യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് യന്ത്രഭാഗം അഥവാ മോട്ടോർ. ഒരു എക്സ്ഹോസ്റ്റ് ഫാനിൻ്റെ മോട്ടോർ പോലുള്ള ചെറിയ മോട്ടോറാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. 40 വാട്ട്സ് വൈദ്യുതി മാത്രം മതി ഈ മോട്ടോറിന്. നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഇല്ലെങ്കിൽ ഇൻവെർട്ടറിൽ പോലും ഇത് പ്രവർത്തിപ്പിക്കാം. രണ്ടാമത്തേത് കടകോൽ അഥവാ മത്ത് ആണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫൈബർ കൊണ്ടുള്ള മത്താണ് ഇതിനുള്ളത്. പിന്നെയുള്ളത് മോട്ടോർ പിടിപ്പിക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡാണ്. പൗഡർ കോട്ടഡ് പെയിൻറ്റ് ചെയ്ത ഇരുമ്പ് കൊണ്ടുള്ള സ്റ്റാൻഡ് ആണിത്. ഈ സ്റ്റാൻഡിൻ്റെ ഉയരം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി തൈര് കടയുന്നത് എങ്ങനെയെന്ന് കാണാം. സ്റ്റാൻഡിൻ്റെ അടിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് തൈര് ഉള്ള പാത്രം വെക്കേണ്ടത്. വായ്വട്ടം കുറഞ്ഞ സ്റ്റീൽ കലം ആണ് ഏറ്റവും നല്ലത്. തൈരിൻ്റെ അളവിനനുസരിച്ച് പാത്രത്തിൻ്റെ വലിപ്പം മാറ്റാം. ഇനി കടകോലിൻ്റെ ചക്രം തൈരിൽ 1 ഇഞ്ചെങ്കിലും മുങ്ങി നിൽക്കുന്ന പോലെ മോട്ടോറിൻ്റെ ഉയരം ക്രമീകരിക്കുക.
ഇനി നമുക്ക് മോട്ടോർ ഓൺ ചെയ്യാം. ഏകദേശം 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ തൈരിലെ വെണ്ണയും മോരും വേർതിരിഞ്ഞ് വെണ്ണ മോരിന് മുകളിൽ പൊങ്ങി നിൽക്കുന്നത് കാണാം. ചില പശുക്കളുടെ പാലിൻ്റെ സ്വഭാവം അനുസരിച്ച് വെണ്ണ വേർതിരിയുന്ന സമയത്തിൽ വ്യത്യാസം വരാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും വെണ്ണ പൊങ്ങി വന്നില്ലെങ്കിൽ മോട്ടോർ ഒരു 10 മിനിറ്റോളം ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നീട് വീണ്ടും 2-3 മിനിറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെണ്ണ പൊങ്ങി വരുന്നതായി കാണാം. കടഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കടകോൽ ഊരിയെടുക്കുക. കടകോലിൻ്റെ സ്ക്രൂ മുഴുവനായും ഊരിയെടുക്കരുത്. അല്പം ലൂസ് ചെയ്ത് കടകോൽ താഴോട്ട് വലിച്ചാൽ പെട്ടെന്ന് തന്നെ കടകോൽ ഊരി വരുന്നതാണ്. കടകോലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെണ്ണ കൈകൊണ്ട് തുടച്ചെടുത്ത ശേഷം ചെറു ചൂടുള്ള ചോറിലോ കറികളിലോ മുക്കിയെടുത്താൽ അതിൽ ബാക്കിയുള്ള അല്പം വെണ്ണയും ഉരുകി നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ എത്തിച്ചേരും. പിന്നീട് കഴുകാനും എളുപ്പമാവും. ഇനി മോരിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോര് നിത്യവും കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതേസമയം തൈര് നിത്യം കഴിക്കുന്നത് നല്ലതല്ല താനും. തൈര് മിക്സിയിൽ വെറുതെ അടിച്ച് നേർപ്പിച്ചാൽ അത് മോരാവില്ല. തലേനാൾ ഉറയൊഴിച്ച് ഉണ്ടാക്കിയ തൈര് രാവിലെ കടഞ്ഞ് വെണ്ണ മാറ്റിയ ശേഷം കിട്ടുന്ന പാകത്തിന് പുളിയുള്ള മോരാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നല്ല മോര് ദഹനത്തെ വർദ്ധിപ്പിക്കും, ഗ്യാസ് ട്രബിൾ കുറയ്ക്കും, മലശോധന ശരിയായ രീതിയിൽ ഉണ്ടാക്കും, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കും, ചീത്ത കൊളസ്ട്രോൾ, പ്രമേഹം, അർശസ് തുടങ്ങിയ രോഗാവസ്ഥകളിൽ വളരെ ഗുണം ചെയ്യുന്നതാണ്. മഥന ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കടകോൽ അഥവാ മോട്ടോർ ഉപയോഗം കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്നും വീഴാത്ത രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഫൈബറിൻ്റെ മത്ത് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഈ യന്ത്രം കൊണ്ട് ഒറ്റത്തവണയായി 5 ലിറ്റർ വരെ തൈര് നമുക്ക് കടഞ്ഞെടുക്കാം. വീട്ടാവശ്യങ്ങൾക്ക് ഈ കൊച്ചു യന്ത്രം ധാരാളം മതിയാവും.